തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗത്തേക്ക് പ്രവർത്തനവുമായി പോകുന്ന അവസരത്തിൽ ഞങ്ങൾക്ക് പൂർണ്ണമായ പ്രതീക്ഷയുണ്ടായിരുന്നു. 10,000-ന് മുകളിലുള്ള ഭൂരിപക്ഷത്തോടുകൂടി ഈ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്തിനെ വിജയിപ്പിച്ചു കൊണ്ടുവരാൻ കഴിയും എന്ന പൂർണ്ണമായ വിശ്വാസം. വീട് വീടാന്തോറും കയറി ഇറങ്ങി കാര്യങ്ങൾ പറയാനുള്ള അവസരം അവർ ഒരുക്കി. അവരെയൊക്കെ എത്രമാത്രം പ്രശംസിച്ചാലും അധികമായി പോയില്ല. അവരെ പോലെയുള്ള ആളുകളുടെ പ്രവർത്തനങ്ങളാണ് ഇന്ന് ഈ വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയം കൈവരിക്കാൻ കഴിയും. 2026 നടക്കാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പ്, നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്നത് ഞങ്ങൾ നല്ല ഭൂരിപക്ഷത്തോടുകൂടി കടന്നു വരാൻ പോവുകയാണ്. UDFനെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ ഉള്ള നാടുകളിൽ ആരെങ്കിലുമൊക്കെ വിട്ടു നിൽക്കുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ യോജിപ്പിച്ച് ഒറ്റക്കെട്ടായി കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമം ഞങ്ങൾ നടത്തുന്നതാണ്. GVN ഒരു നിലപാട് സ്വീകരിച്ചു. ആ നിലപാട് ഞങ്ങളിപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് ചർച്ചയ്ക്ക് പോകുന്നില്ല. 2ാം തവണയാണ് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുന്നത്. എന്ന് വെച്ചാൽ ഈ സ്വന്തം നാട്ടിൽ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കി. അപ്പം 2 തവണ പരാജയപ്പെട്ട ആൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമം നടക്കട്ടെ. എന്ന് വെച്ചാൽ ഈ LDF ഗവൺമെൻറ് ഇരിക്കുന്നിടത്തോളം കാലം ഞങ്ങളൊന്നും ചെയ്യാൻ സമ്മതിക്കില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവായിട്ടാണ് അദ്ദേഹം ഈ പ്രതികരണം നടത്തിയത്. നിലമ്പൂരിലെ ജനങ്ങളോട് UDF കടപ്പെട്ടിരിക്കുന്നു. ജനങ്ങളുടെ സഹായങ്ങളും അവരുടെ പ്രതികരണവുമാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗത്തേക്ക് പ്രവർത്തനവുമായി പോകുന്ന അവസരത്തിൽ ഞങ്ങൾക്ക് പൂർണ്ണമായ പ്രതീക്ഷയുണ്ടായിരുന്നു. 10,000-ന് മുകളിലുള്ള ഭൂരിപക്ഷത്തോടുകൂടി ഈ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്തിനെ വിജയിപ്പിച്ചു കൊണ്ടുവരാൻ കഴിയും എന്ന പൂർണ്ണമായ വിശ്വാസം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. ആ വിശ്വാസങ്ങൾ ഞങ്ങൾ നിലനിർത്തിക്കൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഞങ്ങളുടെ പ്രവർത്തനമായി മുമ്പോട്ട് പോകുന്ന അവസരത്തിൽ UDFൻ്റെ എല്ലാ കക്ഷികളും എല്ലാവരും ഒരേ മനസ്സോടുകൂടി പ്രവർത്തിച്ചു എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനമായി കണ്ട കാര്യം. എല്ലാവരും ഒരേ മനസ്സോടുകൂടി രാവിലെ മുതൽ ഏതാണ്ട് അവസാന ദിവസം വരെ അതിരാവിലെ മുതൽ തുടങ്ങുന്ന പ്രവർത്തനങ്ങൾ നന്നായി അവർ ഏകോപിപ്പിച്ച് തന്നെ കൊണ്ടുപോകും. അതുമാത്രമല്ല, മുതിർന്ന നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ തന്നെ ഓരോ പഞ്ചായത്തിൻ്റെയും ചുമതലകൾ ഞങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ആ പഞ്ചായത്തിൻ്റെ ചുമതലകൾ ഏറ്റെടുത്ത ഓരോ ആളുകളും അവരവരുടേതായ കടമകളും ഉത്തരവാദിത്വങ്ങളും അവരെ നിറവേറ്റുവാൻ തയ്യാറായി വീട് വീടാന്തോറും കയറി ഇറങ്ങി കാര്യങ്ങൾ പറയാനുള്ള അവസരം അവർ ഒരുക്കി. അവരെയൊക്കെ എത്രമാത്രം പ്രശംസിച്ചാലും അധികമായി പോയില്ല. അവരെ പോലെയുള്ള ആളുകളുടെ പ്രവർത്തനങ്ങളാണ് ഇന്ന് ഈ വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയം കൈവരിക്കാൻ കഴിഞ്ഞത്. ഞാൻ ആദ്യം മുതൽ പ്രതികരണം പല ആളുകളും എന്നോട് ഇതുപോലെ ചോദിച്ച അവസരത്തിലൊക്കെ ഞാൻ പറയുകയുണ്ടായി. എന്തായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 10,000-ൽ കുറയാതുള്ളൂ എന്ന് വെച്ചാൽ 10,000-ന് മുകളിലേക്ക് എത്രയും ആകാം എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും അത് ഫലപ്രാപ്തിയിൽ എത്തിക്കാൻ കഴിഞ്ഞതിൽ ഏറ്റവും വലിയ സന്തോഷമുണ്ട്. ആ സന്തോഷമുണ്ട് എന്ന് പറയുമ്പോൾ അതിൽ ഞാൻ കടപ്പെട്ടിരിക്കുന്നത് ഏറ്റവും ഒന്നാമതായി നിലമ്പൂരിലെ ജനങ്ങളോട്, 2 എന്ന് പറയുന്നത് UDFൻ്റെ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒന്നിച്ചുള്ള കൂട്ടായ ശ്രമവും പ്രവർത്തനവുമാണ് ഇവിടെ വലിയ വിജയം കൈവരിക്കാൻ അവസരം ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം. ഇത് ഞങ്ങളുടെ ഒരു സെമി ഫൈനലായി കാണും. അടുത്ത 2026 നടക്കാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പ്, നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്നത് ഞങ്ങൾ നല്ല ഭൂരിപക്ഷത്തോടുകൂടി കടന്നു വരാൻ പോവുകയാണ്. അതുകൂടാതെ അതിന് മുമ്പുള്ള ഒരു തെരഞ്ഞെടുപ്പുണ്ട്, പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ്. ആ പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും UDF നല്ല ഭൂരിപക്ഷത്തോടുകൂടി എല്ലാ പഞ്ചായത്തുകളിലേക്ക് കടന്നു വരും. ഇന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്ന തെറ്റായ നയങ്ങളും പ്രവർത്തനങ്ങളും, LDF സർക്കാർ കാണിക്കുന്ന തെറ്റായ പ്രവർത്തനങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ ജനങ്ങൾ തയ്യാറാകുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും പരമപ്രധാനമായ തെളിവാണ് ഈ തെരഞ്ഞെടുപ്പിൽ
ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഇത്രമാത്രം ഭൂരിപക്ഷം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഞങ്ങളുടെ പല പഞ്ചായത്തുകൾ ഇന്ന് CPM ഭരണം നടത്തുന്ന പല പഞ്ചായത്തുകളും ഇന്ന് UDFന് അനുകൂലമായിട്ടാണ് വിധിയെടുത്തത്. അങ്ങനെ വരാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് CPM ഭരണം നടത്തുന്ന പഞ്ചായത്തുകളിലെ തെറ്റായ നയങ്ങളും അതുകൂടാതെ ഈ സർക്കാർ കാണിക്കുന്ന തെറ്റായ പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ ജനങ്ങൾ നോക്കിക്കാണുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി ഇതിനെ ഞങ്ങൾ കാണുകയാണ്. എന്തായാലും പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും അതേപോലെ തന്നെ 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDF നല്ല ഭൂരിപക്ഷത്തോടുകൂടി ഞങ്ങൾ അധികാരത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് മാത്രമല്ല, UDFനെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ ഉള്ള നാളുകളിൽ ആരെങ്കിലുമൊക്കെ വിട്ടു നിൽക്കുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ യോജിപ്പിച്ച് ഒറ്റക്കെട്ടായി കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമം ഞങ്ങൾ നടത്തുന്നതാണ്. ആരെങ്കിലും ഞങ്ങളുടെ UDFുമായി ബന്ധം വിച്ഛേദിച്ച് പോയിട്ടുള്ള ആളുകളുമായി ഞങ്ങൾ ചർച്ചകൾ ആരംഭിക്കും. അവർ ഈ ചർച്ചകൾ നടത്തി അവരെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് UDF ഒറ്റക്കെട്ടായി മുമ്പോട്ട് പോകാനുള്ള തീരുമാനമാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ പറഞ്ഞതിൽ നിന്ന് തുടങ്ങാം. അതായത് ഇപ്പോൾ ഭരണവിരുദ്ധ വികാരം കൂടെയാണ് ഇവിടെ ഒരു പ്രതിഫലമാക്കി വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ LDF സ്ഥാനാർത്ഥി പറയുന്നുണ്ട് ഭരണവിരുദ്ധ വികാരമായിട്ട് ഈ ഒരു തിരഞ്ഞെടുപ്പിനെ കാണാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഒരു പ്രതികരണം കൂടെ നടത്തിയിട്ടുണ്ട്. ആ ഒരു പ്രസ്താവനയോട് എങ്ങനെയാണ്? അല്ല, LDF സ്ഥാനാർത്ഥി ഇപ്പോൾ ഏതായാലും പരാജയപ്പെട്ടില്ലേ? പരാജയപ്പെട്ട ആളിന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിൽക്കേണ്ടി വരും. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ പറയാൻ പറ്റുമോ ഈ LDFന്റെ സ്ഥാനാർത്ഥിയായി നിന്ന ഒരാളിന് പറയാൻ പറ്റുമോ ഈ ഭരണത്തിൻ്റെ ഒരു പ്രതിഫലനമാണ് സംഭവിച്ചതെന്ന് അവർക്ക് പറയാൻ പറ്റില്ലല്ലോ. അവർക്ക് നിലനിൽപ്പിൻ്റെ പ്രശ്നമാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലൂടെ പ്രതിഫലിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ അതേ കാണും. അത് സംശയമില്ലാത്ത കാര്യമില്ലേ? അത്തരം കാര്യങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഒരു സംശയത്തിനും വഴി കൊടുക്കുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് തീരുമാനമെടുക്കുകയാണ്. ജനങ്ങളുടെ പ്രതികരണമാണ് നിലമ്പൂരിലെ ജനങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിലമ്പൂരിലെ ജനങ്ങൾ ഈ ഉപതെരഞ്ഞെടുപ്പിൽ കാണിച്ച ആ വികാരം എന്ന് പറയുന്നത് LDF സർക്കാരിൻ്റെ തെറ്റായ പ്രവർത്തനങ്ങളും തെറ്റായ നയങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ് എന്ന് കാര്യത്തിൽ ഒരു തർക്കവും ഞങ്ങൾക്ക് ഇല്ല. അതുപോലെ തന്നെ ഇപ്പൊ നിലമ്പൂർ എന്ന് പറയുമ്പോൾ PV അൻവറിനെ കുറിച്ച് നമുക്ക് ഒഴിവാക്കാം പറയാതിരിക്കാൻ പറ്റില്ല. അപ്പൊ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന വോട്ടിന്റെ ഒരു അത്യാവശ്യം നല്ലൊരു വോട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു പ്രതികരണത്തിൽ പ്രധാനമായിട്ടും പറഞ്ഞിരുന്നത് മതവികാരം ഉപയോഗിച്ചുകൊണ്ട് വോട്ട് നേടാനുള്ള ഒരു ശ്രമം LDFും BJP ഒക്കെ ശ്രമിച്ചിരുന്നു. അതൊക്കെയാണ് ഇതിലെ പ്രതിഫലനമായിട്ട് വന്നിരിക്കുന്നത് എന്നാണ് PV അൻവർ പറഞ്ഞത്. അപ്പോൾ PV അൻവറിന്റെ നിലപാടുകളോട് ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ ഒരു പ്രസ്താവനയോടൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? PV അൻവർ ഒരു നിലപാട് സ്വീകരിച്ചു. ആ നിലപാട് ഞങ്ങളിപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് ചർച്ചയ്ക്ക് പോകുന്നില്ല. അത്തരം കാര്യങ്ങൾ അദ്ദേഹവുമായി ഒരു ചർച്ച ഉണ്ടാകണം എന്ന് തീരുമാനമെടുക്കേണ്ടത് മുതിർന്ന നേതാക്കന്മാരും UDFന്റെ ഘടകകക്ഷികളും എല്ലാവരുമായി കൂട്ടായി ആലോചിച്ചുകൊണ്ട് മാത്രമേ അത്തരം തീരുമാനങ്ങളിലേക്ക് പോവുകയുള്ളൂ. അതല്ലാതെ കണ്ട് ഇപ്പോൾ ഓപ്പോയിൻ്റായിട്ട് UDF കൺവീനർ എന്നുള്ള നിലയിൽ അദ്ദേഹവുമായി ചർച്ച നടക്കാം എന്നൊന്നും എനിക്ക് പറയാൻ പറ്റുന്ന കാര്യമില്ല. അത് UDF ഉണ്ട്. UDF ഞങ്ങൾ വിളിച്ചു ചേർക്കുമ്പോൾ അവിടെ ഉരുത്തിരിഞ്ഞു വരുന്ന അഭിപ്രായങ്ങൾ ഉണ്ടാകും. ആ അഭിപ്രായങ്ങൾ കൂടി കേട്ടുകൊണ്ടായിരിക്കും അത്തരം കാര്യങ്ങളെക്കുറിച്ച് പ്രതികരിക്കും. ഇനി ഉള്ളതെന്ന് പറയുന്നത് ഈ മതവികാരം എന്നുള്ളത് ഒരു പൊതുവായിട്ടുള്ള വിഷയമായിട്ട് ഇലക്ഷൻ കാലഘട്ടത്തിൽ ഇപ്പോ പ്രത്യേകിച്ച് ഈ ഒരു കുറച്ചു കാലമായിട്ട് അധികമായിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ. അപ്പൊ അത്തരം നിലപാടുകളോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അത് എല്ലാ കാലഘട്ടങ്ങളിലും ഒരു കാലഘട്ടത്തിലുള്ള ഒരു കാര്യമില്ല, ഒരു പ്രതിഭാസമില്ല. ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന സ്ഥാനാർത്ഥി ഒരു പ്രധാനപ്പെട്ട ഘടകമായിരിക്കും. ആ നിൽക്കുന്ന സ്ഥാനാർത്ഥി ആരാണെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഘടകം എന്നുള്ള നിലയിൽ അവരുമായി ബന്ധമുള്ളവരും അവരുമായി കൂട്ടി യോജിച്ചു പോകാൻ കഴിയുന്നവരുമായിട്ടുള്ള നിരവധി ആളുകളുണ്ടാകും. അവർ ഒരുപക്ഷെ ആ സ്ഥാനാർത്ഥിയെ സഹായിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ വിലയിരുത്തി നടത്താൻ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ അതൊരു തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പ് വരുന്നുണ്ടെ ആ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയും നമ്മൾ ഓരോ അവസരത്തിലും നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് UDFനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. അതുപോലെ തന്നെ ഇപ്പോൾ M. സ്വരാജ് ഫലം വന്നതിന് ശേഷം ആര്യാടൻ
ഒരു ആശംസ പോലെ ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട്. ചുരുങ്ങിയ വരികളേ ഉള്ളൂ. അതിൽ പറയുന്നത് ഈ പറയുന്ന പോലെ ചുരുങ്ങിയ കാലത്തിനുള്ളിലുള്ള ഭരണമാണ്, ആ ഒരു സമയത്ത് എന്ത് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അതായത് ചുരുങ്ങിയ കാലം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്ത് കാണിക്കുക എന്നുള്ളൊരു സ്വരമാണല്ലോ അതിൽ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ആശംസ പറയുമ്പോൾ അതെങ്ങനെയാണ് നോക്കി കാണുന്നത്? അല്ല, ഈ ചുരുങ്ങിയ ആളുകൾ കൊണ്ട് പിന്നെ ഈ സർക്കാരിന് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ്. സ്വരാജ് ഞാൻ മനസ്സിലാക്കിയത് 2021 അല്ലേ, 21 തെരഞ്ഞെടുപ്പിൽ ശ്രീ കെ ബാബുവിനോടാണ് പരാജയപ്പെട്ടത്. ഇതിപ്പോൾ 2ാം തവണയാണ് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുന്നത്. എന്ന് വെച്ചാൽ ഈ സ്വന്തം നാട്ടിൽ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കി. അപ്പം 2 തവണ പരാജയപ്പെട്ട ആള് ഈ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമം നടത്തണം. എന്ന് വെച്ചാൽ ഈ LDF ഗവൺമെന്റ് ഇരിക്കുന്നിടത്തോളം കാലം ഞങ്ങൾ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവായിട്ടാണ് അദ്ദേഹം ഈ പ്രതികരണം നടത്തിയിട്ടുള്ളത്. എന്തായാലും കോൺഗ്രസിന് ഏറ്റവും വലിയൊരു സന്തോഷപ്പെട്ട ഒരു നിമിഷം തന്നെയാണല്ലോ. അപ്പം കോൺഗ്രസ് കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് വരും എന്നതിന്റെ ഒരു സൂചനയുടെ കൂടെ ഇതിനെ എടുക്കാൻ പറ്റും. ഒരു സംശയം വേണ്ട. ഞങ്ങൾ ഇപ്പോഴത്തെ ഈ റിസൾട്ട് എന്ന് പറയുന്നത്, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഞങ്ങളുടെ ഒരു പിന്നെ സെമി ഫൈനൽ എന്നും പറയാൻ പറ്റില്ല, ക്വാർട്ടർ ഫൈനൽ അല്ലേ, അത് കഴിഞ്ഞല്ലേ സെമി. അപ്പോൾ പിന്നെ എന്ന് വെച്ചാൽ അടുത്തത് ആണ് ഞങ്ങളുടെ സെമി ഫൈനൽ എന്ന് വെച്ചാൽ പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ്. അതിനുശേഷമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് 26 വരാൻ പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടിയുള്ള എല്ലാ ചട്ടക്കൂടും ഞങ്ങൾ ഒരുക്കിയെടുക്കുകയാണ്. അത് ഒരുക്കിയെടുത്തുകൊണ്ട് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്ന നാളുകളിലുള്ള ഓരോ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ മുമ്പോട്ട് പോകും.